ജസ്റ്റ് ഇമാജിൻ ഫുട്ബോൾ എക്സ്പേർട്ട് ആയ ഒരു കുട്ടി. അവൻ ഫുട്ബോളിൽ ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട് തന്നെ പലരും വിചാരിക്കും അവൻ ഭയങ്കര ഫണ്ണിയാണ്, സ്മാർട്ടാണ്, ഇഷ്ടം പോലെ ടാലൻസ് ഉണ്ടെന്ന്. ഈവൻ അവനെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞൂടാ എങ്കിൽ പോലും. ഇതിനെയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ദി ഹാലോ എഫക്റ്റ് ഈസ് വെൻ വൺ ഗുഡ് തിങ് മേക്സ് us ബിലീവ് എവറിത്തിങ് അബൌട്ട് സംവൺ ഈസ് ഗുഡ്. സോ ഇറ്റ് ഹാപ്പൻസ് വിത്ത് സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ബ്രാൻഡ്സ്. നമുക്കൊരാൾ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും അയാൾക്ക് ഒരുപാട് ഇതുപോലെ നല്ല വശങ്ങളുണ്ടെന്ന്. പക്ഷെ അതങ്ങനെ ആയിരിക്കില്ല. ഈ ഹാലോ എഫക്റ്റ് സത്യത്തിൽ ആരാണ് കണ്ടുപിടിച്ചത്? അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ എഡ്വേർഡ് എൽ തോണ്ടെക് 1920 ഹാലോ എഫക്റ്റ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ മറ്റു ഗുണങ്ങളുടെ വിലയിരുത്തിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഹാലോ എന്ന വാക്ക് മതപരമായ ഒരു ആശയത്തിൽ നിന്നാണ് വന്നത്. ഫോർ എക്സാമ്പിൾ, വിശുദ്ധന്മാരുടെയും സന്യാസിമാരുടെയും തലയുടെ മേളിൽ ഒരു സർക്കിൾ, ഒരു വലയം കാണാറില്ലേ? അതാണ് ഹാലോ എന്ന് പറയുന്നത്. ആ വൃത്തം കണ്ടാൽ ആ വ്യക്തി നല്ലവനാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. ഹാലോ എഫക്റ്റ് രണ്ട് ഡയറക്ഷനിലും പ്രവർത്തിക്കും. അതായത് ഒരാളുടെ ഒരു ചീത്ത ഗുണം കണ്ടാൽ നമ്മൾ വിചാരിക്കും അയാൾ മൊത്തത്തിൽ ആളങ്ങ് ശരിയല്ല. ഇതിനെ ഹോൺ എഫക്റ്റ് എന്നും പറയും. അതായത് ഒരാളെ ഒരു ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തരുത്. ഒരാളെ കുറിച്ച് നമുക്കൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഇവാലുവേഷൻ വേണം.